ഷീല മാം നമസ്കാരം. ഈ മലപ്പുറത്ത് പുതിയ ചില വലിയ സ്ഫോടനങ്ങളൊക്കെ വീണ്ടും നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. കാരണം ആഭ്യന്തര വകുപ്പിൽ നമ്മളൊക്കെ വലിയ രീതിയിൽ നീതി തേടിക്കൊണ്ട് ആരുടെ അടുത്താണോ പോവേണ്ടത് അവർ തന്നെ നീതിയെ നിഷേധിക്കുന്നു, സംരക്ഷിക്കേണ്ടവർ സംരക്ഷിക്കുന്നില്ല. ആ തരത്തിൽ മലപ്പുറത്തെ DYSPയും അതുപോലെ തന്നെ CIയും അതുപോലെ SP സുജിത് ദാസും ചേർന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ, ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. വളരെയധികം ഞെട്ടിക്കുന്നതാണിത്. എന്താണ് മാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ ഈ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കേരളത്തിലെ സ്ത്രീകൾ പേടിക്കണം എന്നുള്ളതാണ്. എവിടെ നിന്നാണ് സുരക്ഷ കിട്ടുക എന്നുള്ളത് നമുക്കിപ്പോ ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മൾ ഭയങ്കര സ്ത്രീപക്ഷം പറയുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ നേരത്ത് മാത്രം സ്ത്രീപക്ഷം പറയുകയും പുരോഗമനത്തിന്റെ പേര് പറയുകയും കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം നീതി നേടിക്കൊടുക്കുമെന്ന് പറയുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ സർക്കാർ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നു തുടങ്ങിയപ്പോഴുണ്ടായ പ്രശ്നമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആർക്കാരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആർക്കാരോടാണ് പറയാൻ കഴിയുക? അതായത് പിണറായി വിജയൻ ഉണ്ടാക്കിയ, കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി പിണറായി വിജയൻ ഉണ്ടാക്കിയ ഒരു കൾച്ചറിന്റെ തുടർച്ചയാണ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ഒരു കൾച്ചറിന്റെ തുടർച്ചയെന്ന് ഞാൻ വീണ്ടും ഊന്നി പറയും. കാരണം അദ്ദേഹം ഭരണത്തിൽ വന്ന അന്നു മുതൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് പണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകള്, അദ്ദേഹം അടക്കമുള്ളവ ആൾക്കാരടക്കം ഈ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള പല കേസുകളും മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം സർക്കാർ ആടി ഉലഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു നയതന്ത്ര ബാങ്കിലെ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ കേസ് ഒതുക്കിയത് അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടതെന്ന് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച പോകേണ്ടതുണ്ട്. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ, കേരളത്തിലെ പോലീസ് അന്വേഷിച്ച ഘട്ടത്തിലും ഒക്കെ നമുക്കറിയാം അന്വേഷണം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ. കേന്ദ്ര ഏജൻസികൾ വരുന്നതിന് മുമ്പ് തന്നെ കേരള ഏജൻസികൾ ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പല അന്വേഷണങ്ങളും കേരളത്തിലെ സർക്കാർ അട്ടിമറിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അട്ടിമറികൾ കൊണ്ട് കേരളത്തിലെ പോലീസിലെ നല്ലൊരു വിഭാഗത്തെ ഈ അട്ടിമറിക്കായി ഉപയോഗിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് കേരളത്തിലെ പോലീസ് ഏറ്റവും നല്ല പോലീസിംഗ് സംവിധാനം ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം. ആ കേരളത്തിലെ പോലീസിന്റെ മോറൽ തകർക്കാൻ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരുള്ള സ്ഥലമാണ്. ഈ കേരളത്തിലെ പോലീസിന്റെ ആ മുറയിൽ തകർക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഗഭാക്കായ ഒരു സർക്കാരാണ് ഇന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കൂ. ഒരു സ്ത്രീ അവർ ഒരു വസ്തു സംബന്ധമായ ഒരു പരാതി തീർക്കാൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ ഇരിക്കുന്ന CI പരാതി വാങ്ങുന്നില്ല. പകരം CI വൈകുന്നേരം വീട്ടിലെത്തുന്നു. അവരെ വിളിച്ചുകൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുന്നു. അവരെ ആ സമയത്ത് ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം അയാൾ ബലാത്സംഗം ചെയ്ത ശേഷം അയാൾ ഓരോരുത്തർക്കായി കൈമാറുകയാണ്. അതായത് ഓർഡർ അനുസരിച്ച് ഇയാൾ CI ആണ്. CI അത് കഴിഞ്ഞ ശേഷം DYSPയുടെ അടുത്തേക്ക് പരാതി പറയാൻ ചെല്ലുമ്പോൾ അവിടേക്ക് കൂട്ടിക്കൊടുക്കുന്നു. അവിടെ നിന്നും SP-ക്ക് കൂട്ടിക്കൊടുക്കുന്നു. SP-യുടെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ബഹുവിശേഷം. SP ഇവരെ നേരെ കസ്റ്റംസിന് കൂട്ടിക്കൊടുക്കാൻ, കസ്റ്റംസിൽ ഏതോ ഉദ്യോഗസ്ഥന് കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസും കസ്റ്റംസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമല്ലേ കാണിക്കുന്നത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരും കസ്റ്റംസും തമ്മിൽ അവിശുദ്ധ ബന്ധം തുടങ്ങിയത് എന്താണ്? എന്തുകൊണ്ടാണ് തുടങ്ങിയത്? എങ്ങനെയാണ് അത്തരത്തിലുള്ള ബന്ധമുണ്ടാകുന്നത്? സ്ത്രീയെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? വളരെ കൃത്യമായി സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിലേക്കാണ് ഈ ഫോക്കസ് പോകുന്നതെന്ന് യാതൊരു സംശയവുമില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നല്ലൊരു ഇവർ പറയുന്നുണ്ട്, ഈ സുജിത് ദാസ് പറയുന്നുണ്ട്. സുജിത് ദാസ് ഒരു മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ത്രീയെ കാഴ്ചവെക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചത്. ഇവരോട് പരാതി പറയും എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നുണ്ട്, വിനോദിന്റെ പേര് പറയുന്നത് പോലെ, അതായത് CIയുടെ പേര് പറയുന്നത് പോലെ എൻ്റെ പേര് പറയരുത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി എൻ്റെ അങ്കിളാണ്, ഞാൻ പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പോവില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു തമാശയായിട്ട് കാണാൻ കഴിയില്ല. കാരണം ADGP MR അജിത് കുമാറിൻ്റെയും സുജിത് ദാസിൻ്റെയും അടക്കമുള്ള ആളുകളുടെ ഒരു കോക്കസ്, P ശശിയിലൂടെ പോകുന്ന ഒരു കോക്കസ് വളരെയധികം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെയായി ബന്ധപ്പെട്ട് വളരെയധികം നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അൻവർ തന്നെ പറയുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരാണിവർ. എന്ത് തന്നെ സംഭവിച്ചാലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന തരത്തിലേക്കല്ലേ മാഡം കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്.
ഞാൻ ചോദിക്കട്ടെ, ആർക്ക് പി ശശിക്ക് എന്ത് പറയാൻ കഴിയും? പി ശശി ആരാണ്? പി ശശി സ്വന്തം പാർട്ടിയിലെ ആ പ്രവർത്തകന്റെ, സ്വന്തം പാർട്ടിയിലെ നേതാവിന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ വിധേയനായ ഒരാളല്ലേ? അത്തരത്തിലുള്ള ഒരാളെയല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കി പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ആരെയാണ് നിയന്ത്രിക്കാൻ കഴിയുക ഈ സംവിധാനത്തിൽ? CPM-ൽ യഥാർത്ഥത്തിൽ CPM-മായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഉയർന്നിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും ആരോപണത്തിൽ അന്വേഷണം വന്നിട്ടുണ്ടോ? അപ്പോഴും പറയുന്നത് എന്താണ്? വനിതാ കമ്മീഷൻ അധ്യക്ഷ പോലും പറയുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് കോടതിയുണ്ട്, ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കേസുകളെല്ലാം അവരാണ് അന്വേഷിക്കുന്നതെന്നല്ലേ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പെണ്ണുപിടിയന്മാരായ നേതാക്കന്മാരെ മുഴുവൻ ഇവർ എന്തായിരുന്നു ചെയ്തിരുന്നത്? എല്ലാ നേതാക്കന്മാരെയും പല സ്ഥലങ്ങളിൽ അവരോധിക്കുകയായിരുന്നു. PK ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ നമുക്ക് മനസ്സിലാകില്ലേ? PK ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ എന്താണ് ചെയ്തത്? PK ശശിയെ വീണ്ടും ഉയർത്തിയതാണ്, തരം താഴ്ത്തി ആയിരുന്നില്ല. അന്ന് ഒന്ന് കുറച്ചു കാലം മാറ്റി നിർത്തിയെങ്കിലും പിന്നീട് KTDCയുടെ അടക്കം ചെയർമാനാക്കി കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായില്ലേ? നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? അതായത് സ്ത്രീ പീഡനം ചെയ്യുന്നവരെ കയ്യാമം വെച്ചുകൊണ്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്ന VS അടക്കമുള്ളവർ പാർട്ടിയിലേക്ക് വന്നപ്പോൾ ആ പാർട്ടിയിലെ അന്ന് പല മന്ത്രിമാരുടെയും മക്കളടക്കം ആരോപണ വിധേയരായി നിൽക്കുന്ന പല കേസുകളും ഉണ്ടായപ്പോഴാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സൂര്യനെല്ലി പെൺകുട്ടിയുടെ അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ആരോപണ വിധേയമാക്കുമ്പോഴും പലപ്പോഴും അത്തരത്തിലുള്ള വിഷയങ്ങൾ അടക്കമുള്ള അതിനുശേഷം കിളിരൂർ, കവിയൂർ, ഇങ്ങനെ പല വിഷയങ്ങളുണ്ടായി. ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഒരു പക്ഷത്ത് ഒന്നുകിൽ വേട്ടക്കാരന്റെ വേഷമോ അല്ലെങ്കിൽ പിന്നെ ഇരയുടെ വേഷമോ ഒക്കെ അണിഞ്ഞുകൊണ്ട് പലരും എത്തുമ്പോൾ അവരുടെയൊക്കെ ആ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന പല ആൾക്കാരും ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായിരുന്നവരല്ലേ? ആ CPM-മായി ബന്ധപ്പെട്ട് ആരോപണം വരുമ്പോൾ അതൊന്നും അന്വേഷിക്കേണ്ട എന്ന നിലപാടിലേക്ക് എത്തുന്നു. എന്നാൽ നമുക്കറിയാം, ഒരു ആരോപണം, ഒരു തരത്തിലും നമ്മൾ വിശ്വസിക്കാത്ത ഒരു ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. സോളാർ തട്ടിപ്പുകാരിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി അടക്കം പ്രതിക്കൂട്ടിലാക്കിയ ആരോപണം. എല്ലാ മനുഷ്യർക്കും, ഒരു വ്യക്തിക്ക് പോലും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. ആ സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ കല്ലെറിയുകയും അദ്ദേഹത്തെ വഴിയിൽ തടയുകയും അവർ രാജിവെച്ച് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡിലേക്ക് വരികയും ഒക്കെ ചെയ്തില്ലേ? അന്ന് എന്തായിരുന്നു ഈ പാർട്ടിയുടെ നിലപാട്? എന്നാൽ ഇവർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ എന്താണ് ഈ പാർട്ടിയുടെ നിലപാട്? കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നല്ലവരായ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ സേനയിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലും അത് അല്ലാത്തതുമായ ചില ഉദ്യോഗസ്ഥരെങ്കിലും അവരുടെ കാര്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചതിന്റെ ആ ഒരു ഉപോൽപ്പന്നമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വിഷയങ്ങൾ. കഴിഞ്ഞ 2022-ൽ മുഖ്യമന്ത്രി ഒരു നിയമസഭയിൽ പറഞ്ഞ ഒരു കണക്കുണ്ട്. പോലീസ് ഓഫീസേഴ്സിൽ 251 പേരാണ് ആ സമയം 2021 വരെ ബലാത്സംഗ കേസുകൾ അടക്കം ഉണ്ടായിട്ടുള്ളത് 281 പേരാണ്. പോലീസിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല. പോലീസിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത് തന്നെയല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹണി ട്രാപ്പ്, കേരളത്തിൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട പോലീസിലെ പല ഉദ്യോഗസ്ഥരെ, മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ ഹണി ട്രാപ്പിൽ പെടുത്തിയ 2 കഥകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. 3 കഥകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. ഈ പോലീസുകാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പോലീസുകാരെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ സംവിധാനം, നമ്മുടെ ഏറ്റവും വലിയ സംവിധാനമായ ലോ ആൻഡ് ഓർഡറിനെ തകർക്കാൻ കഴിയും സ്ത്രീകളെ ഇറക്കിക്കൊണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പരാതി പറയാൻ പോലും ഒരു സ്ത്രീക്ക് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ എത്തുന്നില്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ഏത് സ്ത്രീയാണ് സംരക്ഷിക്കുന്നത്? ആ ചോദ്യം പ്രസക്തമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ ചോദ്യം വരുന്നത്. കാരണം കേരളത്തിൽ ഇതുവരെ ഒരുപാട് ആഭ്യന്തരമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തരത്തിൽ, അതായത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ കയറൂരി വിടുന്നു, പോലീസ് സേനയെ കയറൂരി വിടുന്നു. അത് തൻ്റെ ഇംഗിതങ്ങൾക്ക് വേണ്ടി പോലീസ് സേനയെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കണമെന്നുള്ള രീതിയിൽ കുറേ ഉദ്യോഗസ്ഥരെ എല്ലായിടത്തും പ്രതിഷ്ഠിക്കുന്നു. അതിപ്പോൾ കണ്ണൂരിൻ്റെ പോലീസ് മേധാവി ആയാലും കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരായാലും ഈ പറഞ്ഞ പോലെ സുജിത് ദാസ് ആയാലും ADGP ആയാലും ഈ മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം തനിക്ക് വേണ്ട ആളുകളെ തിരികെ കയറ്റുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ഒരു സൈഡിൽ കൂടി ചെയ്ത് പൊയ്ക്കോട്ടെ, ഇപ്പോൾ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നൊരു മുഖ്യമന്ത്രി അറിയാതെ ഇതൊന്നും നടക്കുമെന്ന് വിചാരിക്കാൻ നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ മാഡം. എന്തായാലും ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ PV അൻവർ വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണവും ഉണ്ടാകില്ലായിരുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിലും ഒരു സംഭവം ആളുകൾ പുറത്തറിയുകയുമില്ലായിരുന്നു. ഈ തരത്തിൽ ആഭ്യന്തര വകുപ്പിനെ ഇത്രയും നാറിയ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയത് കേരള ചരിത്രത്തിൽ ആദ്യമല്ലേ മാഡം? യഥാർത്ഥത്തിൽ PV അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇത് പുറത്തു വന്നു എന്ന് നമ്മൾ പറയുന്നു. PV അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ അന്വേഷണം വന്നു എന്ന് പറയുന്നു. ഈ അന്വേഷണം പോലും കണ്ണിൽ പൊടിയിടാൻ തക്കതല്ലേ? അന്വേഷിക്കുന്നത് ആരാണ്?
ഡി ജി പിയുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും അന്വേഷണ സംഘത്തിലുള്ളത് ADGP-യുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരല്ലേ. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് മാത്രമല്ല അജിത് കുമാറിനെ മാറ്റിയിട്ടുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അതെന്ത് കൃത്യമായ സന്ദേശമല്ലേ? അതായത് അജിത് കുമാർ സേനയിൽ ഉണ്ടാകും, അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, അത്തരത്തിൽ അന്വേഷണം പോയാൽ മതി എന്ന തരത്തിലല്ലേ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്ത് അന്വേഷണ സംഘമുണ്ട്? എത്ര ആരോപണ വിധേയ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോലും ആ അന്വേഷണ സംഘത്തിലുള്ള എല്ലാവരും പലതരത്തിലുള്ള ആരോപണ വിധേയരാണ്. കേരളത്തിൽ സ്ത്രീ പീഡനങ്ങളെ നമുക്കറിയാം, വാളയാർ കേസിലടക്കം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏത് സ്ത്രീ പീഡന കേസുകളിലാണ് ഈ CPM അനുഭാവികളോ അല്ലെങ്കിൽ CPM-മായി ബന്ധമുള്ളവരോ പ്രതിയാകാത്തത്? അത്തരത്തിലുള്ളവർ പ്രതിയാകുമ്പോൾ അവരെയെല്ലാം സംരക്ഷിച്ചെടുക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി നമ്മളിപ്പോ പോലീസിനെ നിയന്ത്രിക്കുന്ന കാര്യം പറയുന്നു. മുഖ്യമന്ത്രിയുടെ ആ കൂട്ടത്തിലുള്ളവരെ, അതായത് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ളവരെയും മറ്റുള്ളവരെയും ഒക്കെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വപ്ന സുരേഷ് എത്ര പേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്? സ്വപ്ന സുരേഷ് വളരെ കൃത്യമായി തെളിവോടുകൂടിയല്ലേ ശിവശങ്കറിന്റെ കാര്യം പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ അവരെ ചൂഷണം ചെയ്ത കഥ പറയുന്നില്ലേ? അവരുടെ അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ മെസ്സേജ് അയച്ച കഥ പറഞ്ഞില്ലേ? മൂന്നാറിലേക്ക് വിളിച്ച തോമസ് ഐസക്കിന്റെ കഥ പറഞ്ഞില്ലേ? അപ്പോ ഇതിൽ എവിടെയാണ് പിന്നെ ഇനി ആരോപണ വിധേയരെ? ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഡസൻ നേതാക്കൾ, ഇപ്പോഴത്തെ MLA മുകേഷ് ആരോപണ നിഴലല്ലേ, ഗണേഷ് കുമാർ ആരോപണ നിഴലല്ലേ? ഇവിടെ ആരെയാണ് നിയന്ത്രിക്കാൻ കഴിയുക? യഥാർത്ഥത്തിൽ ചങ്ങലയ്ക്ക് പോലും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൽ സുരക്ഷിതമല്ലാത്ത, ഇപ്പോ ഞാൻ പറയട്ടെ, കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എവിടെയാണ്? ആരെയും കാണാനില്ല. UP-യിൽ എവിടെയെങ്കിലും, അതായത് UP-യുടെ ഒരു പ്രത്യേകത, അതെ, കാരണം സാംസ്കാരിക നായകന്മാർക്ക് മിണ്ടാൻ പറ്റില്ല. സാംസ്കാരിക രംഗത്തും ഇതുണ്ട്. പോലീസിൽ മാത്രമല്ല, സാംസ്കാരിക രംഗത്ത്, സിനിമയിൽ, എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി വരുന്നില്ലേ? അതിന് കാരണം എന്താണ്? കേരളത്തിൽ ഒരു ഭരണ സംവിധാനം കൃത്യമായില്ല. നിർഭയെ നോക്കി വിളക്ക് കത്തിക്കുകയും, അതായത് അവിടെ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ മാത്രം, അത്തരത്തിലുള്ള പീഡനങ്ങളെ മാത്രം കാണുന്ന കേരളത്തിലെ സാംസ്കാരിക നായകർ സൗകര്യത്തിനനുസരിച്ച് വർത്താനം പറയുന്നവരാണ്. കേരളത്തിൽ ഇപ്പോ എന്താണ് അവസ്ഥ? സത്യത്തിൽ കേരളത്തിൽ ജീവിക്കാൻ പേടിക്കുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നെത്തിച്ചിട്ടില്ലേ? സ്ത്രീകൾക്ക് ഇവിടെ എവിടെയാണ് നീതി കിട്ടുക? സ്ത്രീകളാണ് കേരളത്തിൽ കൂടുതൽ. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന, സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് കഴിയില്ല. കാരണം ആഭ്യന്തരമന്ത്രിയുടെ കൂടെയുള്ള എല്ലാവരും ആരോപണ വിധേയരാണ്. അങ്ങനെയെങ്കിൽ എല്ലാവർക്കുമെതിരെ നിയമ നടപടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥം നമുക്കറിയാം, ശശീന്ദ്രന്റെ കാര്യം നമുക്കറിയാം. ആദ്യത്തെ സർക്കാരിന്റെ കാലത്ത് എന്താണ് ശശീന്ദ്രന് സംഭവിച്ചത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പറയുന്ന ആ വാർത്ത ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ പോലും ഒരു സ്ത്രീ ഏത് രീതിയിൽ സംസാരിക്കാൻ വന്നാലും അത്തരത്തിൽ ഒരു മന്ത്രി മോശമായി സംസാരിക്കാമോ? അവർ ഫാബ്രിക്കേറ്റഡ് ആണ്, വാർത്ത ഉണ്ടാക്കിയതാണ്, അത് പ്ലാൻ ചെയ്താണ്, ശരി, സമ്മതിക്കുന്നു. എങ്കിൽ പോലും എങ്ങനെയാണെന്ന് ഒരു മന്ത്രി എങ്ങനെ പെട്ടുപോകുന്നത്? ഒരു മന്ത്രി ഇത്തരത്തിൽ മോശമായി സംസാരിക്കുന്ന ഓഡിയോ നമ്മൾ കേട്ടതല്ലേ? അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിലെ രണ്ട് ഇടതുപക്ഷ സർക്കാരുകളുടെ ഉപോൽപ്പന്നമാണ് ഈ പോലീസുകാരെ ഈ തരത്തിൽ എത്തിച്ചിട്ടുള്ളത്. പോലീസിലെ മുറയിൽ തകർത്ത ആദ്യത്തെ ആഭ്യന്തരമന്ത്രി എന്ന പദവിയായിരിക്കും ഒരു പക്ഷേ പിണറായി വിജയന് കിട്ടുക. എല്ലാ തരത്തിലും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള കേസുകളും അട്ടിമറിക്കാൻ പോലീസിനെ ഉപയോഗിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പരിണത ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് പോലീസിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഈ കേരളത്തിലെ പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ന്റെ കാലത്തും പോലും ഒരിക്കൽ ഇടതുപക്ഷത്തിന് പോലീസ് അസോസിയേഷനിൽ ഭൂരിപക്ഷം കിട്ടിയിരുന്നവരാണ്. ആ അസോസിയേഷൻ വരെ പറയുന്നു MR അജിത് കുമാറിൻ്റെ നടപടിക്രമങ്ങളിൽ ഞങ്ങൾക്ക് പറ്റുന്നില്ല, അതിഭീകരമായ രീതിയിലുള്ള ജോലികളാണ് ചെയ്യിക്കുന്നത്, പോലീസിൽ ആത്മഹത്യ കൂടുന്നു, വലിയ വിധത്തിലുള്ള അപകടകരമായ രീതിയിലേക്കാണ് ഈ പോക്ക് പോകുന്നത്. MR അജിത് കുമാറിനെതിരായിക്കൊണ്ട് പരോക്ഷമായ രീതിയിലാണെങ്കിൽ പോലും അവർ പ്രമേയം അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പാസാക്കി എന്നുള്ളത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സംഭവിച്ച കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് DYSP ബെന്നിയോട് ഈ പെൺകുട്ടി, ഈ വീട്ടമ്മ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി പറഞ്ഞപ്പോൾ അവർ തമാശയായിട്ട് കാണുകയും ഇത് തേഞ്ഞു പോകുന്ന സാധനമൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിൽ വൃത്തികെട്ട അങ്ങേയറ്റം മോശമായ പദപ്രയോഗം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഇതിലൊന്നും യാതൊരു ഭയവുമില്ല. മുകേഷ് പറഞ്ഞതുപോലെ ഈ മെഴുകുതിരി വെച്ച് അടച്ചു കളയൂ എന്ന് പറയുന്ന പോലെ ഉള്ളൊരു അതേപോലത്തെ ഒരു സംസാരം ഇവിടെയും കാണുന്നു. ഈ ഇത്തരം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അല്ലേ മാഡം ഈ പോലീസും ആഭ്യന്തര വകുപ്പും ഒക്കെ കടന്നു പോകുന്നത്?
യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസിംഗ് സംവിധാനം എന്ന് പറയാമോ എന്നറിയില്ല. ഇതൊരു കറക്ക് കമ്പനിയാണ്. പോലീസ് സർക്കാരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കറക്ക് കമ്പനിയാണോ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സംശയമാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സ്ത്രീവിരുദ്ധമായ വാക്കുകളാണ് ഇവരുടെയൊക്കെ വായിൽ നിന്നുണ്ടാകുന്നത്. സ്ത്രീകളെ സംരക്ഷിക്കാനും കേരളത്തിലെ നിയമം പരിരക്ഷിക്കാനുമുള്ള ഉദ്യോഗസ്ഥരായ ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്നുണ്ടാകുന്ന എത്രമാത്രം സ്ത്രീവിരുദ്ധമായ ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിനൊരു കാരണം കൂടിയുണ്ട് പാർത്ഥ. നമ്മൾ ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ പുരോഗമനം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കള്ളു കുടിക്കുക, സിഗരറ്റ് വലിക്കുക, കഞ്ചാവ് അടിക്കുക, ശരീരം പലർക്കുമായി പങ്കുവെക്കുക, ഇതൊക്കെയാണ് പുരോഗമനം എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കൂട്ടർ അവർ പുരോഗമനമാണ് പറയുന്നത്. പുരോഗമനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സ്ത്രീകളെ വഴിതെറ്റിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകളെ അവരുടെ ഇംഗിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി വഴിതെറ്റിക്കുകയാണ്. ഇത് മനസ്സിലാകാത്തവരാണ്. ഇത് മനസ്സിലാക്കാത്ത ചിലരെങ്കിലും ഈ വിഷയത്തിൽ പെട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ പെട്ടുപോകുന്ന സ്ത്രീകളുണ്ട്. കാരണം ഒരു 10, 17, 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കോളേജിലേക്ക് എത്തുന്ന പിള്ളേര്, ആ കുട്ടികളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവരെ SFI വിപ്ലവം ഒക്കെ പറഞ്ഞങ്ങ് തലയ്ക്ക് പിടിപ്പിക്കും. ഈ വിപ്ലവങ്ങൾ അവരുടെ ശരീരം പോലും വിപ്ലവത്തിനുള്ള ആയുധങ്ങളായാണ് ഉപയോഗിക്കുന്നത്. അവരുടെ തലച്ചോറിന്റെ പ്രഹരശേഷി നശിപ്പിക്കുന്ന, അവരുടെ തലച്ചോറിന്റെ പ്രജ്ഞ നശിപ്പിക്കുന്ന, അവരുടെ തലച്ചോറിലേക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് പല കാര്യങ്ങൾ പുരോഗമനം എന്ന പേരിൽ അടിച്ചു കയറ്റി വിടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളെ ശരിക്കും ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർ പുരോഗമനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എവിടെയാണ്? ശബരിമലയിലേക്ക്, അതായത് വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൊണ്ട് ഇടതുപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീകളെ വെറും ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ്. അത് മനസ്സിലാകാത്ത സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഫെമിനിസം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സ്ത്രീകളെ ഉൽപ്പന്നങ്ങളായി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി, ആ ഉൽപ്പന്നങ്ങളായി മാത്രം കാണുന്ന രൂപത്തിലേക്ക് സ്ത്രീകളെ മാറ്റുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ വർത്തമാനം പറയാൻ കഴിയുക? ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനം പറയാൻ കഴിയുക? പോലീസുകാരിലും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും ഒക്കെ, എല്ലാവർക്കും, രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും ഒക്കെ ഇങ്ങനെ സ്ത്രീകളെ വെറും ഉൽപ്പന്നങ്ങളായി മാത്രം കാണാൻ കഴിയുന്ന സംസ്കാരത്തിലേക്ക് ഇടതുപക്ഷം മാറ്റിയിട്ടുണ്ട്. മനുഷ്യനാകണമെന്ന് പറഞ്ഞിട്ടോ പാടിയിട്ടോ കാര്യമില്ല. നമുക്കറിയാം ചില കവികളൊക്കെ ഇവിടെ മനുഷ്യനാകണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്ത് മനുഷ്യത്വമാണ്, അല്ലെങ്കിൽ എന്ത് മനുഷ്യത്വമാണ് ഈ CPM ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു സ്ത്രീക്ക് അവർക്ക് പരാതി നൽകാൻ കഴിയാത്ത രീതിയിൽ പരാതി നൽകാൻ ചെല്ലുന്നവരെ വീട്ടിൽ കയറി ആക്രമിക്കുക, യഥാർത്ഥത്തിൽ എന്ത് വൃത്തികെട്ട കാര്യം ആലോചിച്ച് നോക്കി. സാധാരണഗതിയിൽ മറ്റെവിടെങ്കിലുമാണ്, ഇത് വീട്ടിലെ ഒരു സ്ത്രീക്ക്. എനിക്ക് ഓർമ്മ വരുന്നത്, അതായത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമാണ്. അവരോട് ഒരു കോളേജ് ക്യാമ്പസിനകത്ത് വെച്ച് ഒരു മോശമായ അപ്രോച്ച് ഒരാളിൽ നിന്ന് ഉണ്ടാവുന്നു. അതിനെ അവർ എതിർക്കുന്നു. അങ്ങനെ എതിർത്ത സമയത്ത് അയാൾ പറയുന്ന വാക്ക് എന്ന് പറയുന്നത്, തുടർച്ചയായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് പറയുന്നത്, നീ ഈ 2024 ജീവിക്കുന്നത്, ഇത് ഏത് നൂറ്റാണ്ടാണ്? നീ പുരോഗമനത്തിനൊക്കെ എതിരാണോ? നീ പഴയ കുലസ്ത്രീയായി ജീവിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത്. വല്ലാത്ത ബുദ്ധിമുട്ടായി പോകുന്നു എന്നാണ് പറയുന്നത്. വല്ലാത്തൊരു നമ്മൾ അതിലേക്ക് വീണു പോകുന്ന ഒരു അവസ്ഥ. അത് തന്നെയാണ് മാഡം ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ രീതിയിലുള്ള പുരോഗമനത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു ഇഞ്ചക്റ്റഡ് വേർഷൻ ഇവരിങ്ങനെ കുത്തിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കുലസ്ത്രീ എന്ന വാക്ക് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അതായത് സദാചാരം പറയുന്ന സ്ത്രീകളെ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് വീടിനകത്ത് കഴിയുന്ന സ്ത്രീകളെയാണ് ഇവർ കുലസ്ത്രീ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അത് തന്നെ യഥാർത്ഥത്തിൽ സ്ത്രീകളെ വഴിതെറ്റിക്കാനുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കുലസ്ത്രീ ആണോ എന്ന് ചോദിച്ചാൽ കുലസ്ത്രീയാണ്. അങ്ങനെ പറയാൻ കഴിയുന്ന ആൾക്കാർ അങ്ങനെയാണ് എനിക്കിത് ചെയ്യാൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. അല്ലാതെ ഈ കുലസ്ത്രീ എന്ന് കേൾക്കുമ്പോൾ അയ്യോ അതെനിക്ക് ആക്ഷേപമാണ്, അതുകൊണ്ട് ഞാൻ കള്ളു കുടിച്ചേക്കാം, അല്ലെങ്കിൽ സിഗരറ്റ്. ഈ പുരോഗമനത്തിന്റെ ആദ്യപടിയാണെന്ന് ഇത്തരത്തിൽ ഞാൻ പല സ്ത്രീകളോടും ചോദിച്ചിട്ടുണ്ട്. അവരൊരു ഷോ ഓഫിന് വേണ്ടിയാണ് ഈ കള്ളുകൂടിയും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത്. എന്നാൽ അത് നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. ഞാൻ പറയുന്നത് ഞാൻ ചിന്തിക്കുന്ന സ്ത്രീത്വം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫെമിനിസം എന്ന് പറയുന്നത് നമുക്കതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ കഴിയണം. സ്ത്രീയുടെ സ്വത്വത്തിൽ നിന്നുണ്ടാകണം സ്ത്രീത്വം എന്നുള്ളതാണ്. അതാണ് ഫെമിനിസത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ പുരുഷനോടുള്ള വിരോധത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നുള്ള വിരോധത്തിൽ നിന്നോ ഉണ്ടാകേണ്ട ഒന്നല്ല ഇവിടുത്തെ ഫെമിനിസം. അങ്ങനെ ആ ഫെമിനിസ്റ്റിക് കാഴ്ചപ്പാടിൽ തന്നെ ഇവർ മാറ്റം വരുത്തിക്കൊണ്ട് സ്ത്രീകളെ ഇവർ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് താലി ഉപയോഗിക്കരുത്, സിന്ദൂരം ഇടരുത്, അല്ലെങ്കിൽ ഈ കുടുംബങ്ങളിലേക്ക് ജീവിക്കരുത്, ഒരു ഭർത്താവായി ഇത് CPM പണ്ടേ ഉള്ളതാണ്. ഈ കമ്മ്യൂൺ എന്ന് പറയുന്ന സിസ്റ്റം ഇവർക്ക് പണ്ടേ ഉള്ളതാണ്. ആ സിസ്റ്റം അതെ ഇത്തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂൺ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിന്റെ ഒരു ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇവർ കൊണ്ടുവരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പോലീസുകാർ എങ്ങനെയാണ്, ഞാൻ ചോദിക്കുന്നത്, ഒരു പോലീസുകാർ എങ്ങനെയാണ് വീട്ടിൽ കയറി ആക്രമിക്കുക? ഒരു സ്ത്രീക്ക് വീടിനകത്ത് താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയല്ലേ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഒരു സ്ത്രീക്ക് പരാതി കൊടുക്കാൻ പോയ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ
നമ്മൾ നേരത്തെ കണ്ടാണ് ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ ഒരു സ്ത്രീയെ വിളിക്കുന്ന ഒരു ഓഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിൽ നമ്മൾ പല പല കേസുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മലയിൽ കീഴുണ്ടായിരുന്ന ഒരു SI, അയാൾ ഇതുപോലെ തന്നെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസ്, ഇങ്ങനെ നിരവധി കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന് എന്തും ചെയ്യാവുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ട്. ഉണ്ടാക്കി നല്ല പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, വളരെ മികച്ച രീതിയിൽ നന്നായി പ്രവർത്തിക്കുന്ന പോലീസ് ഓഫീസേഴ്സും ഉണ്ട്. ആ പോലീസ് ഓഫീസേഴ്സ് ഉള്ളപ്പോഴും ഈ പോലീസുകാരെ എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു സ്ത്രീക്ക് അവരുടെ വീടിനകത്ത് സുരക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പോലീസ് ഓഫീസർമാർ വീട്ടിലേക്ക് തിരക്കി ചെന്ന് പീഡിപ്പിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലൊരു സംഭവം നമ്മൾ ഉത്തരേന്ത്യയിൽ പോലും കേട്ടുകഴിയുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇത് വളരെ ഗുരുതരമായി, അതായത് 3 or 4 ചെയിൻ കണക്കിന്, അതായത് എങ്ങനെയാണോ ഒരു പോലീസിന്റെ പ്രോട്ടോകോൾ പോകുന്നത് അത് അസെൻഡിങ് ഓർഡർ അല്ല ഡിസെൻഡിങ് ഓർഡർ ആണെന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നു. ഒരു ക്രൂര ബലാത്സംഗത്തിന്റെ, അതായത് ഒരു കൂട്ട ബലാത്സംഗത്തിന്റെ, ഒരു ക്രൂര ബലാത്സംഗത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി വിജയന് ഒളിച്ചോടാൻ കഴിയില്ല. കാരണം ഒരു സ്ത്രീ പരാതി പറയാൻ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മൾക്ക് കേരളത്തിൽ ജീവിക്കാൻ ഭയക്കണം. കേരളത്തിലെ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഏതെങ്കിലും വിശ്വാസത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്രയധികം സംവിധാനങ്ങളോട് കൂടി ഇറങ്ങിയാൽ മാത്രമേ കേരളത്തിൽ ഒരു സ്ത്രീക്ക് വീടിനകത്ത് പോലും ജീവിക്കാൻ കഴിയുമെന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. ഒരു സ്ത്രീ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഏറ്റവും ഭയാനകമായ അവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് ലഘൂകരിച്ച് കാണാൻ വലിയ രീതിയിലുള്ള, മാഡം പറഞ്ഞതുപോലെ വലിയ അപകടകരമായ അവസ്ഥയിലൂടെ, ഭയപ്പെടുത്തുന്ന രീതിയിലൂടെയാണ് കേരളത്തിലെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ സംരക്ഷിക്കേണ്ടവർ പോലും ഒരു പ്രശ്നവുമില്ലാതെ സധൈര്യം വീടിനകത്ത് കടന്നു കയറി, അത് ആ ആരോപണം തെളിയിക്കപ്പെടണം. എങ്കിലും അത്തരമൊരു അവസ്ഥയുണ്ടെങ്കിൽ അതിഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയും ഒക്കെ കടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായി മാഡം ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉത്തരേന്ത്യയിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നവർ ഇവിടെ പ്രതികരിക്കുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.